സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, കേരളക്കരയിൽ നിന്നും ഈ ഗൾഫ് നാടുകളിൽ എത്തുവാനും നിങ്ങളെ നേരിൽ കാണുവാൻ സർവശക്തൻ കഴിവ് തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കാണുവാനും അവസരമൊരുക്കിയ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഞങ്ങൾക്കിവിടെ വേദിയൊരുക്കി തന്ന മാജിദ് കാസറ്റ്സിനും ഞങ്ങളുടെ പ്രോഗ്രാം 8 വർഷത്തോളമായി ഓഡിയോ കാസറ്റിലൂടെ നിങ്ങളുടെ കൈകളിലെത്തുവാൻ ഞങ്ങളുമായി സഹകരിച്ചിട്ടുള്ള ചെമ്മാട് അൽഫ കാസറ്റ്സിന്റെ ഓണർക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഒരു കഥ പറഞ്ഞാലേ ഏതായാലും നമ്മൾ ഇവിടം വരെ വന്നില്ലേ. അപ്പൊ ഒരു ബുദ്ധിമുട്ടായ മാതിരിണ്ടല്ലോ ഇപ്പൊ നിങ്ങളെ വർത്താനം കേട്ടാല്. അങ്ങനെയല്ലോ. അപ്പോ ഈ കൂടിയിട്ടുള്ള ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാവും. ഇവരെ പല കാസറ്റുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ ഒരു കുഞ്ഞാമിത്താത്താന്റെയും കുഞ്ഞിപ്പോക്കിരാക്കാന്റെയും കഥകളാണ് അധികം ഉണ്ടാവില്ല. ഇവർക്ക് ഈ 2 കഥാപാത്രങ്ങളല്ലാതെ ദുനിയാവിൽ ഒരു മനുഷ്യനും പരിചയമില്ലേ എന്ന് ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. ചില ആളുകൾ വിചാരിക്കും പാവം ഐറ്റങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, എല്ലാരെയും ഒന്നിപ്പോ കണ്ടുമുട്ടി പരിചയപ്പെടാൻ ഐറ്റങ്ങൾക്ക് നിവൃത്തിയില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അവരുണ്ട്. ചില ആളുകൾ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇലാഹുല്ലാലമീനായ തമ്പുരാനെ കുതിരയാണ്. ഞാൻ ഷോർട്ടാക്കിയല്ലേ? അങ്ങനെ ഷോർട്ടാക്കണ്ട. ഇലാഹുല്ലാലമീനായ തമ്പുരാനെ എന്ന് ഞാൻ പറയുമ്പോ തമ്പുരാനേന്നെങ്കിലും പറയാനുള്ള ഒരു സന്മനസ്സിജ് കാണിക്കണം. ഇജ് വെറും ആനയെന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്തെങ്കിലും തെറ്റിദ്ധരിക്കും. ആനത്ര മോശ അല്ല, മോശമല്ല. നാനക്ക് പിന്നെ ഒരു കാര്യം ചെയ്ത അങ്ങനെ പറഞ്ഞു. ആന വലിയ എന്തുവല്ലോ. അപ്പോ ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, കാലാവസാനാവുമ്പോ 2 ആളുകൾ ഈ ഭൂമിയിൽ ഇറങ്ങാണ്ട് എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതെറ്റിയാണാവോ ഈ പഹേര് എന്ന് ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. പൊന്നാര നാട്ടുകാർ ഓല് ഗൂഡ്സിനാണ് വരിക, ഞങ്ങൾ പ്ലെയിനാണ് പോകുന്നത്. ആ ബേജാറുകൾ വിചാരിക്കണ്ട. അപ്പൊ തൽക്കാലം ഇന്ന് കുഞ്ഞിപ്പോക്കരാക്കാന്റെയും കുഞ്ഞാമിത്താത്താന്റെയും കഥ പറയണില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാല് ജനങ്ങളെല്ലാരും വിചാരിച്ചിരിക്കണപ്പോ നമുക്ക് വേറെ ആരെയും പരിചയമല്ല. നമുക്ക് പല ആളുകളെയും പരിചയമുണ്ട്. ഞാനിന്ന് പറയുന്ന കഥ പുട്ടുംകുറ്റിയാമിനാന്റെ ആങ്ങള കുഞ്ഞവറാൻ കുവൈത്തിലേക്ക് പോയൊരു കഥയാണ്. ഈ കഥന്റെ പേര് കേട്ടിട്ടില്ലല്ലോ? ഇതിന്റെ പേരാണ് ഓസിക്കൊരു NOC. പല ആളുകൾക്കും പല നിലക്കും NOC കിട്ടലുണ്ട്. എന്നാൽ കുഞ്ഞവറാന് NOC കിട്ടിയത് ഒരു ഭയങ്കര സംഗതിയാണ്. കുഞ്ഞവറാൻ നാട്ടിൽ നിന്ന് പോകുമ്പോഴത്തെ സ്ഥിതി പറയുകയാണെങ്കിൽ സാധാരണ ഒരു തുണിയൊക്കെ എടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 5-8 കൊല്ലം കുവൈത്തിൽ നിന്ന് നാട്ടിൽ തിരിച്ചു വരുന്ന സമയത്ത് പഹയന് തുണിയൊന്നുമില്ല. അപ്പൊ കാണാൻ വലിയ രസം ഉണ്ടാവില്ല. എന്ത് രസം ഉണ്ടാവില്ല? ഗൾഫിന്ന് ആരാ തുണി എടുത്ത് വരുന്നു? പോയത്തക്കാരൻ. ട്രൗസറുമുള്ള വരവല്ലേ ട്രൗസർ. കുഞ്ഞവറാനെ എന്ന് പറഞ്ഞാലേ അത്യാവശ്യം ഒരു ചെറിയ പലർക്കച്ചവടൊക്കെ ആയിട്ടിങ്ങനെ നാട്ടിലിങ്ങനെ നടക്കുകയില്ല. ആ കാലഘട്ടത്തിലാണ് കുഞ്ഞവറാന്റെ സ്നേഹിതന്മാരായ മമ്മു, കോമു, കമ്മു, അയമു തുടങ്ങിയ സുഹൃത്തുക്കളെല്ലാരും പറക്കാൻ തുടങ്ങി. ഗൾഫിക്ക് പോരാൻ തുടങ്ങി. സമയമില്ലാത്തോണ്ട് ഞാൻ ചുരുക്കാണ്. എല്ലാരും ഇങ്ങനെ ഗൾഫിൽ പോയി ഈ മണലുള്ള അത്തറൊക്കെ തേച്ച് കുപ്പായൊക്കെ ട്രൗസറിന്റെ ഉള്ളിലാക്കി ഒരു ബെൽറ്റൊക്കെ കെട്ടി ഒരു ഷൂ ഒക്കെ ഇട്ട് ഇങ്ങനെ നാട്ടിൽ കൂടി ഇങ്ങനെ ചെത്തിന് കണ്ടപ്പോ ഇവന് വല്ലാത്തൊരു ഈസല്. കുഞ്ഞവറാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, പടച്ചോനെ നാട്ടിലിപ്പൊ എനിക്ക് കമ്പനി ഒന്നും ഇല്ലാതായല്ലോ. എനിക്ക് ഒരു NOC OC ആയിട്ട് കിട്ടുകയാണെങ്കിൽ
ഗൾഫിൽ എനിക്കും ഒന്ന് പോകേയിരുന്നു എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് ആ സാധു. അടിയന്റെ കൽബുള്ളയാണ് അള്ളാന്റെ നോട്ടം എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. അല്ലല്ല. ഒരു ദിവസം പോസ്റ്റ്മാൻ കുഞ്ഞവറാന് ഒരു കത്ത് കൊണ്ടേ കൊടുക്കുകയാണ്. ആ സംഭവത്തിൽ പറഞ്ഞു കേട്ടേ? ഇല്ല. അല്ലാഹുവിൽ സ്തുതി ഓതി ഞാനിന്നീതാ ആരംഭത്തോടെ പറയുന്നു ഒരു കിസ്സ. അല്ലാഹുവിൽ സ്തുതി ഓതി ഞാനിന്നീതാ ആരംഭത്തോടെ പറയുന്നു ഒരു കിസ്സ. കേൾക്കണം എൻ പ്രിയ നാട്ടുകാരായ നിങ്ങൾ, കേരള നാട്ടിൻ നവറാൻകൾ പോന്നേ കിസ്സ. കേൾക്കണം എൻ പ്രിയ നാട്ടുകാരായ നിങ്ങൾ, കേരള നാട്ടിൻ നവറാൻകൾ പോന്നേ കിസ്സ. അക്കരെയുള്ള കൂവൈത്തിൽ നിന്ന് ബഹുമാന്യ സ്നേഹിതന്മാരുടെ കത്തും വന്ന്, ബഹറിന്റെ അക്കരെ ഉള്ള കൂവൈത്തിൽ നിന്ന് ബഹുമാന്യ സ്നേഹിതന്മാരുടെ കത്തും വന്ന്, കത്തിൻ കാലം കണ്ട് അവനപ്പോളന്തം വിട്ട് കത്തിനകത്തുള്ള NOC കണ്ണിൽ പെട്ട്. കുഞ്ഞവറാന്റെ ഈ ചെറിയ പലചരക്ക് കടയും തുറന്നു വെച്ച് കുഞ്ഞവറാനിങ്ങനെ ആലോചനയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് നീണ്ട് മെലിഞ്ഞ് എന്റെ മാതിരി പോസ്റ്റ് മാതിരി ഒരു മാൻ, അതായത് പോസ്റ്റ്മാൻ ഒരു ലെറ്റർ കൊടുന്ന് കണ്ട് കുഞ്ഞവറാന്റെ കയ്യിൽ കൊടുക്കണേ. സാധാരണ കുവൈത്തുനിന്ന്, ഖത്തറിന്ന്, അബുദാബിന്ന് പല സ്ഥലത്തുനിന്നും സ്നേഹിതന്മാരെ കത്ത് കുഞ്ഞവറാന് വരലുണ്ട്. അതൊന്നും വലിയൊരു വെയിറ്റ് ഉള്ള കത്തല്ല. എന്നാൽ ഈ കത്തിന് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. വെയിറ്റ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കണ്ടമാനം സാധനം പേപ്പറുകളുണ്ട്. ഈ കനം കണ്ടപ്പോ ഇവനൊന്ന് അന്തം വിട്ട് എന്ന് മാത്രല്ല, ഉടനെ തന്നെ എന്നെ വിളിച്ച് അത് പൊളിച്ച് ഞങ്ങളിങ്ങനെ നോക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ ഒരു NOC ആണ്. NOC മാത്രല്ല, അതിലൊരു കത്തുണ്ട്. എമിഗ്രേഷനും ക്ലിയറൻസും മറ്റു കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തി ഉടനെ തന്നെ കുവൈത്തിലേക്ക് പുറപ്പെടുക. വിവരം കിട്ടിയ ഉടനെ കുഞ്ഞവറാൻ എന്താ ചെയ്തെന്ന് അറിയിച്ച്? എന്താണ്? എറണാകുളത്തുള്ള പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് എമിഗ്രേഷൻ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് വന്ന്, എറണാകുളത്തുള്ള പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് എമിഗ്രേഷൻ കാര്യങ്ങൾ എല്ലാം കഴിച്ച് പോന്ന്. എറണാകുളത്തുള്ള പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് കുഞ്ഞവറാനും ഞാനും കൂടി എമിഗ്രേഷനും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു പോന്നു. എറണാകുളത്ത് നമ്മളവിടെ കോഴിക്കോടില്ലേ പാസ്പോർട്ട് ഓഫീസ്? എടാ, കോഴിക്കോടൊക്കെ ഇപ്പൊ ഇന്നലെ പെയ്ത മയക്ക് ഇന്ന് മുളച്ച തകരാന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ അടുത്തുണ്ടായതല്ലേ.
കുഞ്ഞവറാൻ കുവൈത്തിലേക്ക് പോരുന്ന ആ കാലഘട്ടത്തിൽ എറണാകുളത്ത് മാത്രമാണ് പാസ്പോർട്ട് ഓഫീസ് ഉള്ളത്. അതിപ്പോ മുമ്പ് 15 കൊല്ലം 20 കൊല്ലമൊക്കെ മുമ്പ് ഇവിടേക്ക് വന്നിട്ടുള്ള സുഹൃത്തുക്കൾക്ക് പരിചയം ഉണ്ടാവും. അങ്ങനെ ഞങ്ങളെ എറണാകുളത്ത് പോയി സംഗതിയൊക്കെ ക്ലിയർ ആക്കി വന്ന് അങ്ങനെ കുഞ്ഞവറാൻ കുവൈത്തിൽ പോവുകയാണ് എന്നുള്ള വാർത്ത ആകെ പരന്ന സമയത്ത് എന്താ സംഭവിച്ചു? കണ്ടാലും മിണ്ടാത്ത കൂട്ടുകൂടുമ്പം അയൽവക്കാരെല്ലാം നീട്ടി സലാം പറഞ്ഞ് കണ്ടാലും മിണ്ടാത്ത കൂട്ടുകൂടുമ്പം അയൽവക്കാരെല്ലാം നീട്ടി സലാം പറഞ്ഞ് കണ്ടാൽ കർക്കടത്തിൽ വയറ്റുന്നു പോയത് കണക്കാക്കണമാതിരി കണക്കാക്കുന്ന കുടുംബങ്ങളും ഒരതി അങ്ങോട്ട് പോയാൽ എവിടുന്നാജി വരുന്നെന്നും കൂടി ചോദിക്കാത്ത അയലോക്കക്കാരൊക്കെ അസ്സലാമു അലൈക്കും. ഓ എന്താ സലാം കൊണ്ടൊരു ഏറ്. അങ്ങനെ പിന്നെ അസുഖം മനസ്സിലായി. കാരണം തകരാറിന്നതാണെന്ന് മനസ്സിലായി. അയൽവക്കക്കാര് മാത്രല്ല, കുഞ്ഞവറാന്റെ അമ്മോഷൻ കാക്കി അമ്മായിയൊക്കെ ഓടിക്കരച്ച് വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നു എന്ന് മാത്രല്ല, കുഞ്ഞവറാനെ വൈഫ് ഹൗസിലേക്ക് ക്ഷണിക്കുക. വൈഫ് ഹൗസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വൈഫ് ഹൗസ് ഭാര്യ വീട്, മലയാളത്തിൽ പറഞ്ഞു മനസ്സിലായ. വൈഫ് ഹൗസിലേക്ക് വിളിച്ചുകൊണ്ടുപോയി എന്ന് മാത്രല്ല, അടിപൊളിയായിട്ട് സൽക്കാരൊക്കെ നടത്തി കുഞ്ഞവറാന്റെ അമ്മോഷം കാക്കി അമ്മായിയും പണ്ട് നിർത്തിവെച്ച പരിപാടിയൊക്കെ തുടങ്ങി. ഇവിടെ ആളുകൾ ഇരിക്കുമ്പോഴത്തെ ഇങ്ങനെ വേണ്ടാത്തൊക്കെ പറയുന്നു. എന്ത് വേണ്ടാത്ത? എടാ കുഞ്ഞവറാന്റെ ഭാര്യ വീട്ടുകാര് അമ്മോഷാക്കി അമ്മായിയും പണ്ട് നിർത്തിവെച്ച പരിപാടി തുടങ്ങി എന്ന് പറഞ്ഞ എന്താ പറ്റി കണക്കൂട്ടിക്കണേ? എന്താ പറഞ്ഞേ? ഞാൻ എന്താ പറയണെന്ന് മുഴുവൻ അങ്ങോട്ട് മനസ്സിലാവണീന് മുമ്പ് ഇങ്ങോട്ട് തോക്കിന്റെ ഉള്ളിൽ കയറി വെടിവെക്കണം. എനിക്ക് ഈ കിട്ടുന്ന വെടി കൊണ്ട് അവിടെ കടന്ന് മരിച്ചാ പോരെ. അതായത് കുഞ്ഞവറാൻ പുയ്യാപ്പിളയായിരുന്ന ആ കാലത്ത് കുഞ്ഞവറാൻ ഗേറ്റ് കടന്ന് അങ്ങോട്ട് ചെല്ലണ കണ്ടാ മതി, അമ്മായി ഉടനെ തന്നെ ഒരു കോയിന്റെ കഴുത്തിന് അമ്മോഷാക്കാന്റെ കൈ കൊടുക്കും. അമ്മോഷാക്ക അത് അടുത്ത പള്ളിയിൽ മൊല്ലാക്കാന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അർപ്പിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരു 3-4 മാസം അങ്ങനെ പോയി. അങ്ങനെ 3-4 മാസം കഴിഞ്ഞപ്പോ പിന്നെ കോയി കഴിഞ്ഞ് പോത്തായി. ഒരു 4-5 മാസം കൂടി പിന്നിട്ടപ്പോ പോത്ത് പോയി മൂരിയായി. മനസ്സിലായ? എന്താജി ഇങ്ങനെ ആലോചിച്ച് നോക്കണം. പോത്ത് പോയി മൂരിയായി. പോത്തെങ്ങനെ മൂരിയാല്? എടാ അതറിയില്ലേ? ഇല്ല. പോത്ത് മൂരിയായി എന്ന് പറഞ്ഞാ ഈ മൂരി മൂരി പണ്ടൊരു മുസ്ലിയാരി ഞങ്ങളെ നാട്ടിൽ വയൽതോർണപ്പോ പറഞ്ഞു, മൂരി എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ മുഅ്മിനീങ്ങളെ? മൂരി എന്ന് പറഞ്ഞാൽ അതാണ് പയ്യന്റെ പുയ്യാപ്പള. മനസ്സിലായില്ല? പോത്ത് മൂരിയായി എന്ന് പറഞ്ഞാല് ആദ്യമൊക്കെ പോത്തിറച്ചി വാങ്ങിയിരുന്നു, പിന്നെ മൂരിയിറച്ചി വാങ്ങലോടെ. മൂരിയിറച്ചി കഴിഞ്ഞ് പിന്നെ ഈ കോഴിമുട്ട ചാറ്, മീന്, ഇതൊക്കെ ചാറ് വെക്കാൻ തുടങ്ങി. ഇങ്ങനെ പോയി കാലം പഴകും തോറും ഒടപ്പറപ്പായി മാറി. അടുത്ത കുടുംബങ്ങൾ ഒടപ്പറപ്പ് എന്ന് പറഞ്ഞാൽ ഈ ചോറിന്റെ ഒടപ്പറപ്പാരാ? കഞ്ഞിന്റെ വെള്ളം. ലേശം ഉള്ളി മുളകൊക്കെ ഉണ്ട് അരിഞ്ഞിട്ടിട്ട് അത് ലേശം വെളിച്ചെണ്ണ ആയിക്കാണ്ട് ഒഴിച്ചാൽ അത് അടുപ്പത്ത് വെച്ചാലോ ഒന്ന് ഇങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാല് അതിക്ക് ഈ കഞ്ഞിന്റെ വെള്ളം മുക്കിയിട്ട് ഷീ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പാരലാണ്. അതിക്ക് ലേശം ഉപ്പ് ഇട്ടിട്ട് ഒരൊറ്റ ഇളക്കല, ചാറായി. അതാണ് ഒടപ്പറപ്പ് എന്ന് പറയുന്നത്. ചിലവരൊരു 2 പപ്പടമൊക്കെ പൊരിച്ചിട്ട് അതിക്ക് ചവിട്ടി കൂട്ടിയിടും. അതാണ് ഒടപ്പറപ്പ്. മനസ്സിലായോ? അങ്ങനെ പണ്ട് നിർത്തിവെച്ച ആ പരിപാടികളൊക്കെ അമ്മോഷാക്കി അമ്മായി ഇങ്ങനെ തുടങ്ങണ കണ്ടപ്പോ കുഞ്ഞവറാന് വലിയൊരു സംഗതി എന്ന് പറഞ്ഞാല് പഴയ കാലത്ത് നടന്ന ഒരു സംഭവം ഇവന് ഓർമ്മ വരികയാണ്. സംഭവം വേറൊന്നുമല്ല, ഇവന്റെ വൈഫിന്റെ ഫസ്റ്റ് ഡെലിവറിക്ക്
കൂട്ടിക്കൊണ്ടുവന്ന കാലഘട്ടത്തിൽ ഇവര് തമ്മിൽ ചെറിയ ഒരു ഉടക്കുണ്ടായി. അതായത് ഭാര്യ വീട്ടുകാരും ഇവനേറ്റ്, പെണ്ണുങ്ങളും അവനേറ്റ് കച്ചറയൊന്നുമില്ല കേട്ടോ. ഭാര്യ വീട്ടുകാരും ഇവരേറ്റ് ഉടക്കുണ്ടായത് എങ്ങനെയാ വെച്ചാൽ, ഞങ്ങളെ നാട്ടിലൊക്കെ ഈ പെണ്ണിനെ പ്രസവത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിന്റെ വീട്ടിക്ക് പെണ്ണിന്റെ വീട്ടുകാർ വരുന്ന സമയത്ത് ഈ അലമാര, ഫ്രിഡ്ജ്, കട്ടില്, കോസടി, കിടക്ക, അവനവന്റെ കഴിവിന് കപ്പാസിറ്റിക്ക് അനുസരിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുവരുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഇവളെ വീട്ടിൽ നിന്ന് കൊടുന്ന സാധനം വളരെ ചീപ്പായി പോയി, വളരെ മോശമായി എന്ന് ഇവന്റെ കുഞ്ഞവറാന്റെ അമ്മ ഇവരെ അവഹേളിച്ചു എന്നും പറഞ്ഞിട്ട് കുഞ്ഞവറാന്റെ ഭാര്യ വീട്ടുകാർ ഇവനേറ്റ് ചെറിയൊരു സൗന്ദര്യപ്പിണക്കം. അങ്ങനെ സൗന്ദര്യപ്പിണക്കം ഉണ്ടായി എന്ന് മാത്രല്ല, പിന്നീട് ഇവൻ വിരുന്ന് എന്നാൽ അമ്മായി കാര്യമായിട്ടൊരു മൈൻഡ് ഒന്നും ചെയ്യൂല. അപ്പൊ സാധാരണ ഈ 7 എന്താണ് ഈ ഇംഗ്ലീഷില് മാസത്തിന് പറയാ, എന്താണ് മന്തോ? മന്ത് അത് തന്നെ. മന്ത് പറഞ്ഞ ഒരു അസുഖല്ലേ, 7 മന്ത്. അതായത് 7ാം മാസത്തിലാണല്ലോ ഈ പെണ്ണുങ്ങളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ ഒരു 3 മാസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ. ഈ ഗ്യാപ്പിൽ ഇങ്ങനെ വൈഫിന്റെ സുഖം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഇങ്ങനെ ഇടക്ക് ആഴ്ചയിൽ ഒക്കെ ഇങ്ങനെ വരും. ചിലൊരാഴ്ചയിൽ 3 ദിവസം വരും, ചിലൊരാഴ്ചയിൽ 2 ദിവസം വരും, ചിലവര് 1 ദിവസം വരും. അത് ഭാര്യമാരോടുള്ള സംഗതി അനുസരിച്ച് നിൽക്കും. അപ്പോ ഏതായാലും നമ്മളെ കുഞ്ഞവറാന്റെ ചെല്ലല് എല്ലാ വ്യാഴാഴ്ചകളിലും. അങ്ങനെ വ്യാഴാഴ്ച ദിവസം ചെല്ലും. ഭാര്യക്ക് സുഖമുണ്ടോന്ന് ചോദിക്കും. അങ്ങനെ സുഖമില്ലെങ്കിൽ സുഖം ഉണ്ടാകാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യും. അതായത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവേ, വൈദ്യരെ അടുത്ത് കൊണ്ടുപോവേ. ഇവരെന്തെങ്കിലും വിചാരിക്കും, അല്ലെങ്കിൽ തന്നെ നമ്മളെ പറ്റി ഇവർക്ക് ഒരു ധാരണ ഉണ്ട്, നമ്മള് അതും ഇത് പറയാ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും എന്നുള്ളൊരു ധാരണ. അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ലേ. അപ്പോ ഞങ്ങളെ കണ്ടറിഞ്ഞൂടെ? അപ്പൊ ഇതുവരെ ഞങ്ങൾക്ക് ഒരു ധാരണ ഉണ്ട്, ഏറ്റങ്ങള് മഹാ വെടക്കാണ്. ഞങ്ങളെ കണ്ടപ്പോ മനസ്സിലായില്ലേ, ഞങ്ങളെ മനസ്സ് ക്ലോസറ്റ് കഴുകി നന്നാക്കിയ മാതിരിയാ, വളരെ നീറ്റാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ ഭാര്യമാരെ സുഖവിവരം അന്വേഷിച്ച് ഭർത്താക്കന്മാരിങ്ങനെ പോകുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ നമ്മളെ കുഞ്ഞവറാൻ ചെല്ലൽ എല്ലാ വ്യാഴാഴ്ചകളിലും. അപ്പൊ കുഞ്ഞവറാനോടുള്ള ഈ വൈരാഗ്യം കൊണ്ട് ഓന്റെ അമ്മായി എന്ന് പറഞ്ഞാൽ ഭാര്യന്റെ ഉമ്മ. അമ്മായി വാപ്പാന്റെ പെങ്ങള്, ഭാര്യന്റെ ഉമ്മാനെ അമ്മുവായി തിരിച്ചറിയണ്ടേ, അല്ലെങ്കിൽ ഏതമ്മായി എന്തമ്മായി എന്നൊക്കെ ചോദിച്ചാൽ നിൽക്കേണ്ടി വരൂല്ലേ. അപ്പോ ഇവന്റെ അമ്മായിക്ക് ഇവനോട് ചെറിയ ഒരു മുന്നിക്കറുപ്പുണ്ട്, ഒരു വെറുപ്പ്. അപ്പൊ ആ വെറുപ്പുള്ള കാരണം ഇവൻ ചെല്ലുന്ന സമയത്ത് വലിയ കാര്യമായ കറികളൊന്നും ഉണ്ടാക്കൂല. എന്തെങ്കിലും ഒരു കഞ്ഞിവെള്ളം തിളപ്പിച്ചതോ മത്തന്റെ ഇല താളിച്ചതോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് നമ്മളെ കുഞ്ഞവറാൻ ഞായറാഴ്ച ചെന്നു. അന്ന് സാധാരണ ഞായറാഴ്ച അവൻ ചെല്ലലില്ല. കഷ്ടകാലം എന്ന് പറയാ. അന്ന് ഈ വയറ്റിലുള്ള പെണ്ണുങ്ങൾക്ക് പല പൂതി ഉണ്ടാവുമല്ലോ. ഈ സാധാരണ കഴിക്കാത്ത ഭക്ഷണങ്ങൾക്കൊക്കെ പൂതി വരല് വയറ്റിലുണ്ടാവുമ്പോഴാണെന്ന് പറയണേ കേട്ടോ. അതിഞ്ഞ് പെണ്ണുങ്ങള് ഒരു അവസരം മുതലെടുക്കുകയാണോ അതല്ല ഇനിയിപ്പോ പൂതി ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അപ്പോ ഇവള് പറഞ്ഞു, എനിക്ക് കോയിറച്ചിയും വെള്ളപ്പം തിന്നാൻ ആഗ്രഹമുണ്ട് എന്ന് ഉമ്മാനോട് പറഞ്ഞപ്പോ ഉമ്മ കോയിറച്ചിയും വെള്ളപ്പം ഉണ്ടാക്കിയതാണ്. ഞായറാഴ്ച ദിവസമാണ്. അന്ന് വരുമോ എന്തായാലും വരൂല എന്ന് ഉറപ്പല്ല. കഷ്ടകാലത്തിന് അന്നാണ് ഈ പഹയം വന്ന് ചാടി. അതിലെ അമ്മായി എന്ത് പണിയത്, ഈ വെള്ളപ്പ് ഇറച്ചിയൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഇവന് സാധാരണ കൊടുക്കണ ആ കഞ്ഞിന്റെ വെള്ളം താളിച്ചും ചോറും തന്നെ കൊടുത്ത് ഇവൻ ചോറൊക്കെ തിന്ന് കിടക്കാൻ വേണ്ടി ബെഡ്റൂമിൽ വന്നപ്പോ ഭാര്യ ഇങ്ങനെ താടിക്കും കൈ കൊടുത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണം. എന്തേടി എനിക്ക് വല്ല അസുഖം ഉണ്ടോ? ഇതിപ്പോ 8-8:30 ആയി, ആസ്പത്രിയിലേക്ക് പോണോ? അവള് പറഞ്ഞു, ആസ്പത്രിക്ക് കൊണ്ട കുഴപ്പമൊന്നും ഇപ്പൊ എനിക്കില്ല, എനിക്കിപ്പോ മാനസികമായിട്ടുള്ള പ്രയാസാണ്. എന്തേ മാനസികമായിട്ട് ഇപ്പൊ എന്തേ? എനിക്ക് ഇന്നിപ്പോ ഇവിടെ എന്തൊക്കെ സാധനം ഉണ്ടാക്കിക്കണ്, നിങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ലല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ എന്നാ മത്തന്റെലും ചോറും തന്നെയല്ലേ കിട്ടിയത്. എന്താ അവിടെ ഉണ്ടാക്കിയ ചോദിച്ചു.
ഇവിടെ ഒന്ന് കോയിറച്ചിയും വെള്ളപ്പൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ തന്നില്ലല്ലോ. ആ കോയിറച്ചിയും വെള്ളപ്പം ഉണ്ടെങ്കിൽ വിവരം പറയണ്ടേ, അതൊക്കെ കിട്ടാനുള്ള പണി എനിക്കറിയില്ലേ എന്ന്. അങ്ങനെ ഇപ്പൊ അമ്മായിനെ വിളിച്ചു. അമ്മായി എവിടെ വരിക വിളിച്ച്. അമ്മായി ഒരു സൈക്കിൾ വന്ന് വീണ ചിരിയും ചിരിച്ച് ആ ഗോൾഗേറ്റിന്റെ പരസ്യമായിട്ട് ഇങ്ങനെ, മനസ്സിൽ വെറുപ്പുണ്ടെങ്കിലും വരുവാനല്ലേ എന്നുള്ള ആ നിലക്ക് ആ ഗോൾഗേറ്റിന്റെ പരസ്യമായിട്ട് ഇങ്ങനെ ചെന്ന് അയച്ചു. പൊന്നാരമ്മയെ എങ്ങക്ക് കേൾക്കണോ, ഞാനൊക്കെ നിന്റെ ആയുസിന്റെ നീളം കൊണ്ട് കഴിച്ചിലായതാണ്. ഞമ്മളെ ഗേറ്റിങ്ങക്ക് ഞാൻ അങ്ങോട്ട് എത്തുന്ന സമയത്തുണ്ടല്ലോ, ഒരു പാമ്പ് എന്ന് പറഞ്ഞാൽ കുരുത്തക്കേട് കേട്ടും പാമ്പാക്ക, എമ്മായിരി പാമ്പാക്ക. നിങ്ങളാ അരി ഇടിച്ച ഒലക്കന്റെ അത്ര വണ്ണുണ്ട്. എന്നിട്ടോ അതിനെ കണ്ടപാട് പടം വിടർത്തിൻ്റെ ഒരു നിക്കല് നിന്നിട്ട് നിങ്ങളാ പൊടി ധരിക്കാൻ ഉപയോഗിച്ചില്ല ഒരു അരിപ്പ, അതിന്റെ അത്ര വട്ടുണ്ട് അതിന്റെ പടം. എന്നിട്ടോ അതെന്നെ കണ്ടപാട് ഷീന്നൊരു ഊത്തൂതി. നിങ്ങളാ വെള്ളപ്പം ഇങ്ങനെ കലക്കി ചട്ടിക്കാണ്ട് ഒഴിച്ചില്ലേ, അപ്പൊ ഒരു സൗണ്ട് ഉണ്ടായില്ലേ, അതേമാതിരി ഒരു സൗണ്ട്. ഞാനതിങ്ങോട്ട് കേട്ടപാട് ബദരീങ്ങളെ അമ്പർന്ന് തങ്ങളെന്നും പറഞ്ഞിട്ട് ഒരൊറ്റ ചാട്ടം ചാടിക്കണ എന്റെ അമ്മായിയെ. ഇവിടുന്ന് നമ്മളാ ഇറച്ചി കൊടുക്ക ഇരിക്കണ അത്ര അകലത്തുക. അതിലമ്മായിക്ക് മനസ്സിലായി ഇല്ല ബഹന് സംഗതി പിടുത്തം കിട്ടിക്കണ് വായിച്ച് എന്ന് പറഞ്ഞിക്കണ്. ഇനിയിപ്പോ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അമ്മായി അപ്പൊ തന്നെ ഇറച്ചിയും വെള്ളപ്പും വിളമ്പിന് കൊടുത്തു. അതിലിപ്പം പറഞ്ഞ് വേണ്ട മയ്യ, ഇനിയിപ്പോ ചോറൊക്കെ തിന്ന് ഞാൻ വയറൊക്കെ ഫുള്ളായി കിടക്കല്ലേ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചോളാം. ബ്രേക്ക്ഫാസ്റ്റ്? ആ പിന്നെ ക്ലച്ച് ഫാസ്റ്റ് ആണല്ലേ. ഇതാണ് ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരോട് വർത്താനം പറഞ്ഞാലുള്ള കുഴപ്പം. എടാ പുത്തൂർ അതും മനസ്സിലായില്ലേ? നമ്മളെ നാസ്ത. നാസ്ത അത് മനസ്സിലായില്ല എനിക്ക്. അനക്ക് അള്ളാന്റെ ദുനിയാവില് മീഡിയം ബാൻഡ് മാത്രമേ അറിയുള്ളൂ. അത്രേ ഉള്ളൂ. എന്നാൽ രാവിലെ നമ്മൾ ഈ പുട്ടും വെള്ളപ്പും ഇഡ്ഡലിയും ചട്ടിനിയും ഒക്കെ കൂട്ടി കുഴച്ചിങ്ങനെ തിന്നൂലേ? അങ്ങനെ പറഞ്ഞെങ്കിൽ കാളിയാൾക്കാർക്ക് തിരിയുള്ളൂ. തീവണ്ടിക്ക് കഴിച്ചാട്ടിയ ആൾക്കാരല്ലേ. അതിനാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ രാവിലെ ചായക്ക് കടിയായിട്ട് തന്നാ മതി എന്ന് പറഞ്ഞപ്പോ അമ്മായി അവിടെ കൊണ്ടുവച്ച് പിറ്റേന്ന് രാവിലെ എടുത്തു കൊടുത്ത് ഈ സംഭവം, ഈ സൽക്കാരത്തിനുള്ള ഓരോ വിഭവങ്ങളും അമ്മായി ഇങ്ങനെ ഒരുക്കി വെച്ചപ്പോ അവനിങ്ങനെ ഓർമ്മ വരികയാണ്. അങ്ങനെ സൽക്കാരമൊക്കെ സൽക്കാരം കഴിഞ്ഞ് ഇവൻ പുറപ്പെടുകയാണ്. പെറ്റ് വളർന്നോരു നാടും തൻ വീടും വിട്ട് ഉറ്റവരാം ഉമ്മ പെങ്ങന്മാരെയും വിട്ട്, പെറ്റ് വളർന്നോരു നാടും തൻ വീടും വിട്ട് ഉറ്റവരാം ഉമ്മ പെങ്ങന്മാരെയും വിട്ട്. ഭാര്യ സന്താനങ്ങളെയെല്ലാം വേർപിരിഞ്ഞ് ഭാരിച്ച സങ്കടത്തോടെ സലാം പറഞ്ഞ്, ഭാര്യ സന്താനങ്ങളെയെല്ലാം വേർപിരിഞ്ഞ് ഭാരിച്ച സങ്കടത്തോടെ സലാം പറഞ്ഞ്. അതായത് ഇവൻ യാത്ര പറയാൻ സ്നേഹിതന്മാരെയൊക്കെ ക്ഷണിച്ചു വരുത്തി ചായ സൽക്കാരൊക്കെ കഴിഞ്ഞ് എന്നെ ക്ഷണിച്ചു വരുത്തി എനിക്ക് കോഴി ബിരിയാണിയൊക്കെ തന്നു. എന്താ അങ്ങനെ? ഞാൻ അവിടെ നാട്ടില് ഒരു കാര്യപ്പെട്ട ആളാണ്. ഇവിടെ എങ്ങനെ ആലോചിച്ച് നോക്കണം. നാട്ടിൽ എന്ത് സംഗതി ഉണ്ടെങ്കിലും ജനങ്ങൾ എന്നെ ക്ഷണിക്കും. ഇനി ജനങ്ങൾ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ അവിടെ എത്തും. പറയാതെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ പല ഭാഗത്തും ഗാനമേള കഥാപ്രസംഗം ഇങ്ങനെ കറങ്ങല്ലേ. അപ്പൊ പല സംഗതിക്കും എന്നെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇപ്പോ സ്വാഭാവികമായിട്ടും വീട്ടിൽ ചെന്ന്, നമ്മളെ വീട്ടില് ബെല്ലും കാര്യമൊന്നുമില്ലല്ലോ. ആ സിറ്റ് ഔട്ടിൽ ആ വാതിലിന് ഒരു മുട്ട, അത് വാതിലല്ലേ ഭയങ്കര എന്റെ ഈ മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ. ഏത്? ആ ട്യൂണിംഗ് കണ്ടൻസർ. വാസ്തവം. അതെന്റെ ഇടതുഭാഗമല്ല. ഇടതുഭാഗമല്ല.
എന്നാലും അതിന്റെ ഇവിടെയാണ് അല്ലേ? ഇനി അവിടെ മുട്ടൂലട്ടോ. മുട്ടേതേ ഇവന് ഇടക്കിടക്ക് ഈ ആർട്ട് ഒറ്റക്കാകണ ഒരു കുഴപ്പമുണ്ട്. ആർട്ട് ഒറ്റക്ക? ഈ പെട്ടെന്ന് ഈ ആള് ഹാർട്ട് അറ്റാക്ക് കേൾക്കുമ്പോ തന്നെ പേടിയാണ്. ഇഞ്ഞു മുട്ടൂലട്ടാ. അങ്ങനെ വാതിലിന് മുട്ടി നമ്മളെ വൈഫ് വാതിൽ തുറന്നു. എന്റെ വൈഫോ? ഭാര്യ. ഭാര്യ വാതിൽ തുറന്ന ഉടനെ തന്നെ എന്നെ അന്വേഷിച്ചാൽ എന്നെ വല്ല പിടുത്തം കിട്ടൂല. ഞാൻ എവിടെയാന്ന് പെണ്ണുങ്ങൾക്ക് പോയിട്ട് നാട്ടുകാർക്ക് പോയിട്ട് എനിക്ക് തന്നെ അറിയില്ല. ആ സൈസാണ് എന്റെ പോക്ക്. അപ്പോ ഭാര്യ പറയും ഇവിടെ ഇല്ല, വന്നാ ഞാൻ വിവരം പറയാന്ന് പറയും. അങ്ങനെ പല ആളുകളും എന്നെ ക്ഷണിക്കാൻ വേണ്ടി വന്ന് കാണാതെ തിരിച്ചു പോയലുണ്ട്. അല്ല പറയുമ്പോ ഒക്കെ ആണല്ലോ പറയാ. ഈ കഴിഞ്ഞ മാസത്തില് ഡേറ്റ് എനിക്ക് വേണ്ടത്ര ഓർമ്മല്ല, ഒരു ഞായറാഴ്ച ഒരു സംഭവം ഉണ്ടായി. അതായത് ഈ തലേന്ന് ശനിയാഴ്ച ഞാൻ അതേമാതിരി ഒരു പരിപാടിക്ക് പോയതാണ്. പരിപാടി കഴിഞ്ഞ് അങ്ങനെ ഞായറാഴ്ച ഒരു ഉച്ചക്ക് ഒരു 12:30 മണിയോട് കൂടി വീട്ടിലെത്തി. വീട്ടിൽ ചെന്ന് നോക്കുമ്പോ കഞ്ഞിയൊന്നുമില്ല. നമ്മളെ ഭാര്യ എന്റെ ഭാര്യന്റെ ഭാര്യയല്ല, എന്നോട് ഭയങ്കര സ്നേഹ. കാരണം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാ പിന്നെ കഞ്ഞിന്റെ വെള്ളം തൊടൂല. ചെല്ലുന്നവര് ഭക്ഷണം കഴിക്കാതിരിക്കില്ല. അവിടുന്ന് ഭക്ഷണം കഴിക്കൂലെന്ന് ഭാര്യ പറഞ്ഞു. കഞ്ഞിന്റെ വെള്ളം തൊടൂല എന്ന് പറഞ്ഞാല് ഞങ്ങളെ രണ്ടാളെയും കൂടി കഞ്ഞി ഊറ്റിയിട്ട് ചോറാക്കി അടിച്ചോളൂ. അത്രക്ക് സ്നേഹമാണ്. മനസ്സിലായ? അങ്ങനെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ചുരുക്കി പറഞ്ഞാല് കഞ്ഞിയൊന്നുമില്ല. അതിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ പരിപാടിക്ക് പോയാൽ അന്ന് വരും എനിക്കറിയില്ലേ, കഞ്ഞിയൊന്നും എന്തുകൊണ്ടുണ്ടായില്ല എന്ന് ചോദിച്ചപ്പോ ഇവിടെ പറഞ്ഞു, ബീരാക്കാന്റെ അവിടെ കല്യാണമാണ്, അതുകൊണ്ട് ഞാൻ കഞ്ഞിയൊക്കാഞ്ഞ. അങ്ങക്ക് കഞ്ഞി കരുതിയിട്ടില്ല. അപ്പൊ ഒക്കെ അറിയാം കല്യാണമൊന്നും ഒഴിവാക്കൂല ഞാൻ പറയാതെ. പിന്നെയും പറഞ്ഞു, ഈ ആളടിയിലിട്ട് ഇന്ന ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടോ. ഇൻസ്റ്റലേഷൻ എന്താ അതിന് ഇംഗ്ലീഷിൽ പറയാം? ഇൻസൾട്ട്. ഇൻസൾട്ട് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കാറ്റ് ദമ്മിൽ ഫ്രീ ആയിട്ട് പുറത്തേക്ക് പോകണം. അതിനുള്ള കാറ്റ് ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഇല്ല എൻ്റെ അടുത്ത്. ഉള്ള കാറ്റ് തന്നെ എപ്പോഴാ പോണെന്നാവും. അപ്പോ അങ്ങനെ ഞാൻ വീരാക്കാന്റെ അവിടെ കല്ലെന്ന് കേട്ട ഉടനെ ഞാൻ ഓടി വീരാക്കാന്റെ അവിടെ ചെന്ന് നോക്കുമ്പോ എന്താ അവിടുത്തെ സ്ഥിതി? അല്ലേ, നമ്മളിപ്പോ സാധാരണ കല്യാണ പന്തലിൽ ചെന്നാ എന്താ ആദ്യമായിട്ട് നോക്കുക? ആദ്യം ഒരു സലാം പറയും, പിന്നെ നമ്മൾ ഈ പന്തലിന്റെ ഡെക്കറേഷനൊക്കെ ഒന്നിങ്ങനെ നോക്കി കാണും. ഡെക്കറേഷൻ ഞാനൊക്കെ ആദ്യമായിട്ട് കല്യാണ പന്തലിൽ എത്തിയാ നോക്കല എന്താന്ന് അറിയിച്ചു? കൈ കഴുകാനുള്ള വെള്ളച്ചെമ്പ എവിടെയാ വെച്ചിരിക്കണേ, ഡൈനിങ് ഹാൾ ഏത് ഭാഗത്താണ്, ഇതാണ് ഞാൻ നോക്കല്. ഡെക്കറേഷനൊക്കെ നോക്കല എന്നെ പോലത്തെ ഒരു, എനിക്ക് അതിലൊന്നും വലിയ കാര്യമല്ല. അപ്പോ ഞാൻ ഈ ചെമ്പിനെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോ വലിയൊരു ചെമ്പാണ്. അല്ല, വലിയ ചെമ്പാണ്. കല്യാണത്തിന് കയ്യേക്കാൻ കൊടുക്കണല്ലേ തടിയോ. ഈ ചെമ്പിന്റെ ചുറ്റുഭാഗം പ്ലാസ്റ്റിക്കിന്റെ കപ്പ് ഇങ്ങനെ ഇട്ടിട്ട് കുട്ടികളും വലിയോലും ഒക്കെ ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാരും ഇങ്ങനെ കൈ വന്നിട്ട് ഇങ്ങനെ കഴുകുകയാണ്. അതിലെല്ലാരും കൂടുതലും ഞാനും പാഞ്ഞ് എന്ന് കൈയൊക്കെ കഴുകി അതിലുണ്ടൊരു കമ്പിന്റെ മുകളിൽ കുറെ പേപ്പർ ഇങ്ങനെ വെട്ടി ഇങ്ങനെ തൂക്കിയിരുന്നു. എല്ലാരും അതിലെടുത്ത് കൈ ഇങ്ങനെ തുടക്കുന്നുണ്ട്. അപ്പൊ ഞാനും കൈയൊക്കെ തുടച്ച് കൈ ഇങ്ങനെ തുടച്ച് നിന്നപ്പോ ഒരു ചെക്കൻ വന്നിട്ട് സിഗരറ്റ് കൊടുന്നു. അതും വാങ്ങി. ആരാന്റെ മുതൽ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ, ഒഴിവാക്കണ്ടെന്നുള്ള. അങ്ങനെ ആ സിഗരറ്റ് ഒക്കെ ഒന്ന് കത്തിച്ച് ആ ദമ്മിൽ 4 പുകയൊക്കെ ഇട്ട് അവിടെ അങ്ങനെ നിന്ന് കസാലയിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ അങ്ങനെ ഇരുന്ന് അവിടെ ലൈനായിട്ട് ഈ VIP ചെയർ കൊടുത്തിട്ടിക്കണം. നമ്മൾ ക്ഷണിക്കാതെ ചെന്നാണെങ്കിലും നമ്മൾ ആ ചെയറിലൊക്കെ ചെന്ന് ഇരുന്ന് പറയാതെ വന്നാണെന്ന് വിചാരിക്കേണ്ട ആവശ്യം. അപ്പോ അങ്ങനെ ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പറ്റിയ അമളി മനസ്സിലായത്. എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്ന ആളുകൾ കല്യാണപ്പുരക്കാരനെ വിളിച്ചിട്ട്, അഭിരാക്ക ഞങ്ങളാണ്ട് ഇറങ്ങട്ടെ. ഒരു ചോറ് വെച്ച് കഴുകുകയാണ്. ഈ വിവരം ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല മലയാളത്തിൽ പറഞ്ഞാൽ. ഇവരെ കൂട്ടത്തിലല്ല ഞാനും കയ്യേക്ക്. നമ്മൾ ക്ഷണിക്കാതെ ക്ഷണിഞ്ഞു ചെന്നതാണെങ്കിൽ ഞമ്മക്കുണ്ടല്ലോ ഒരു മാനം. കൂട്ടി പറഞ്ഞാൽ അഭിമാനം. അല്ലേ, ഏതായാലും ഞാനും പറഞ്ഞു, എന്നാ വിരാക്ക ഞാനും കണ്ട് ഇറങ്ങുകയാണ്. ഓരോ പറച്ചിലിന്റെ അത്ര സ്ട്രോങ് ഇല്ല എന്റെ പറച്ചിൽ. സംഗതി എന്താ എനിക്ക് മനസ്സിലായോ? അതില് വീരാക്കാന്റെ അനിയൻ അബ്ബാസ് പറഞ്ഞു, റഷീദിനെ പിടിയേ. മോഷ്ടിച്ച ഞാൻ ചെല്ലിനോടുന്നൊക്കെ കക്കാൻ നിൽക്കുകയാണ്. ഞാൻ എന്താ മോഷ്ടാവോ? ആരാന്റെ മുതൽ അങ്ങനെ കക്കണ സ്വഭാവമൊന്നും എനിക്കില്ല. പിന്നെ തരം കിട്ടി വന്നാൽ എന്തെങ്കിലുമൊക്കെ കാണാതെ എടുക്കുന്നല്ലാതെ. അപ്പോ ഞാൻ അവിടുന്ന് ഒന്നും മോഷ്ടിച്ചിട്ടല്ല. റഷീദിനെ പിടി എന്ന് പറഞ്ഞാൽ അവിടെ മൈക്ക് സെറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പൊ എനിക്ക് പാട്ടറിയാന്നുള്ള വിവരം ഓൽക്കറിയാം. അറിയാം. അങ്ങനെ ആ മൈക്കിന്റെ മുന്നിൽ കൊണ്ടേ ഇരുത്തിയിട്ട് 4 പാട്ട് അവിടുന്ന് പഠിച്ചു. 2 പാട്ട് കഴിഞ്ഞപ്പോ അത വരുന്ന സോഡ പോലെ കണക്കിന് ഇപ്പൊ ഞാൻ ദമ്മിലിരിക്കല്ലേ. ശരിയാ. ഏതായാലും കിട്ടിയതായി എന്നുള്ള തൊണ്ടെങ്കിലും നനഞ്ഞോളൂല്ലോ എന്നുള്ള എനിക്ക് വാങ്ങി കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ സർവത്ത് തലയിൽ കൂടി. ആ ഒരു ചെറിയ ചെക്കൻ്റെ അടുത്താ കൊടുത്തയച്ചു. ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കല്ലേ പാട്ട് കേൾക്കാൻ. ഒന്ന് ഈ ആളുകളുടെ അടിയിൽ കൂടി തിരക്കി കൊടുന്നപ്പോ എന്റെ തലയിൽ കുറച്ച് ബാക്കി ഞാനും കുടിച്ച്. ഏതായാലും ഒരു 5 മണി സമയമായപ്പോ ബിരാക്ക പറഞ്ഞു, എന്നാ ലേശം ചോറും കൂടി വെച്ചോളി, നേരത്തെ വെച്ചോക്കെ പഴിച്ചിട്ടുണ്ടാവും. നേരത്തെ മുപ്പര വാപ്പയോട് ചോറ് കഴിച്ചു. അപ്പൊ ദേഷ്യം വരാഞ്ഞിട്ടല്ല, ഞാൻ പിന്നെ കിട്ടിയത് കളയണ്ടല്ലോ വെച്ചിട്ടും ഉണ്ടാകുന്ന. അപ്പോ അറിയമായിരുന്നല്ല, കുഞ്ഞവറാനും ഞാനെന്ന് പറഞ്ഞാല് ഡിയർ ക്ലോസ് ഫ്രണ്ടാണ്. മലയാളത്തിൽ പറഞ്ഞാൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ആ അങ്ങനെ കുഞ്ഞവറാൻ എന്നെ വിളിച്ച് ബിരിയാണിയൊക്കെ തന്ന് പുറപ്പെടാൻ നേരത്തെ കുഞ്ഞവറാൻ എല്ലായിടത്തും പിടിച്ചൊന്ന് കുലുക്കി. കുഞ്ഞവറാന് പിരാന്തല്ലേ, എല്ലായിടത്തും പിടിച്ചു. എടാ ഓനൊരു ദീർഘയാത്രക്ക് ഒരുങ്ങാണ്. സ്നേഹിതന്മാരെയൊക്കെ കണ്ട് ബന്ധുമിത്രാദികളൊക്കെ കണ്ട് അസ്സലാമു അലൈക്കും ഞാൻ പോയി വരട്ടെ, വേണ്ട പേർക്ക് ദ്വേർക്കണം. ആ ഇതിനെന്താണ് ഇംഗ്ലീഷിൽ പറയാ, അല്ല മലയാളത്തിൽ, അല്ല അറബിയിൽ എന്താണ്? ആ അത് നടത്തിയ. അപ്പോ അങ്ങനെ കുഞ്ഞവറാനെ സംബന്ധിച്ച് വീണ്ടും പറഞ്ഞു കേട്ടോ. പെട്ടൊന്നേ തന്നാവൻ നാട്ടിൽ പോന്നിടും, പിറ്റേന്ന് തന്നാവൻ ബോംബയിൽ വന്നണഞ്ഞ്. പെട്ടൊന്നേ തന്നാവൻ നാട്ടിൽ പോന്നിടും, പിറ്റേന്ന് തന്നാവൻ ബോംബയിൽ വന്നണഞ്ഞ്. അങ്ങനെ നമ്മുടെ കുഞ്ഞവറാൻ പെട്ടെന്ന് നാട്ടിൽ നിന്ന് തിരിച്ച് പിറ്റേന്ന് തന്നെ ബോംബെ പട്ടണത്തിൽ എത്തിച്ചേർന്നു. ബോംബെയിൽ എത്തിച്ചേർന്ന സമയത്ത് അന്ന് ഇന്നത്തെ മാതിരിയൊന്നല്ല, ഇന്നൊക്കെ ഇപ്പോ 2 ദിവസം കൊണ്ട് എല്ലാ പണിയും കഴിച്ച് ഗൾഫ് കിട്ടും കരിപ്പൂരിന്ന് പോരല്ല. മുമ്പൊന്നും അങ്ങനെയല്ല, വലിയ ബുദ്ധിമുട്ടാ. ബോംബെയിൽ ചെന്ന് ടിക്കറ്റ് ഓക്കെ ആക്കാൻ കുറച്ച് ദിവസം കാത്തിക്കണം. ടിക്കറ്റ് ഓക്കെ ആക്കാനല്ല, ഓക്കെ ആക്കാൻ. ടിക്കറ്റ് ഓക്കെ ആക്കിയാ പിന്നെ ഓനെങ്ങനെയാ ഗൾഫിക്ക് വരല്? ഓക്കെ ആക്കുക. ആ ഇത് ഇംഗ്ലീഷാണ്. അപ്പോ അതിന് കുറച്ച് താമസം വരും ബോംബെയിൽ. അങ്ങനെ കുഞ്ഞവറാൻ ബോംബെയിൽ എത്തിയ ഉടനെ എനിക്കൊരു കത്ത് എഴുതുകയാണ്. ആ കത്തിൽ എനിക്ക് വെച്ച വിവരങ്ങൾ കേട്ടോ. ഇല്ല, 1000 ശമ്പളം കിട്ടുന്ന ഗൾഫിലൊന്നെത്തുവാനായിട്ട് 1000 10,000 വന്നിങ്ങ് പോയല്ലോ. 1000 ശമ്പളം കിട്ടുന്ന ഗൾഫിലൊന്നെത്തുവാനായിട്ട് 10,000 വന്നങ്ങ് പോയല്ലോ. കാറിലും ബസ്സിലും തീവണ്ടിയിലും കേറി ബോംബെ വരെ വന്ന് ചേരുന്നു. കപ്പലിലും പിന്നെ പ്ലെയിനിലും NOC ഉള്ളവരക്കരെ പോരുന്നു. കാറിലും ബസ്സിലും ബോംബെ വരെ വന്ന് ചേരുന്നു. കപ്പലിലും പിന്നെ പ്ലെയിനിലും NOC ഉള്ളവരക്കരെ പോരുന്നു. NOC ഒക്കെ ക്ലിയർ ആയിട്ട് നാട്ടിൽ നിന്ന് തന്നെ ശരിയായി ഗൾഫ് പോരുന്ന ആളുകളുടെ കഥയാണ് ഈ പറഞ്ഞത്. അതെ. പിന്നെ NOC ഒന്നുമില്ലാതെ OC ആയിട്ട് വീട്ടിൽ നിന്ന് പോരുന്ന ആളുകളുണ്ട്. ഒരു ബോംബെയിൽ വന്നിട്ടാണ് പിന്നെ NOC ആക്കല്.
NOC എല്ലാം ആക്കാൻ വേണ്ടിയിട്ട് ബോംബെയിലെല്ലാം വന്ന് ആകെ ചൊറയായിട്ട് നട്ടം തിരിയുന്ന ആളുകളെ പറ്റിയാണ് പിന്നീട് നമ്മളെ കുഞ്ഞവറാൻ എനിക്ക് കത്തിലെഴുതിയത്. NOC ഇല്ലാതെ എത്തുന്ന കൂട്ടരെ കൈകാര്യം ചെയ്യുവാനായിട്ട് NOC നൽകുന്ന ഏജന്റന്മാരായി ഉണ്ട് പേരുത്ത് ബോംബായില്. NOC ഇല്ലാതെ എത്തുന്ന കൂട്ടരെ കൈകാര്യം ചെയ്യുവാനായിട്ട് NOC നൽകുന്ന ഏജന്റന്മാരായി ഉണ്ട് പേരുത്ത് ബോംബായില്. കേമന്മാരായ ഈ ഏജന്റന്മാരുടെ വലയില്ലാകപ്പെട്ട് കൊണ്ടല്ലോ കേരള നാട്ടിന്ന് വന്നുള്ള ഏറെ അധഭാഗ്യർ ബോംബെയിലുണ്ടല്ലോ. കേമന്മാരായ ഈ ഏജന്റന്മാരുടെ വലയില്ലാകപ്പെട്ട് കൊണ്ടല്ലോ കേരള നാട്ടിന്ന് വന്നുള്ള ഏറെ അധഭാഗ്യർ ബോംബെയിലുണ്ടല്ലോ. ഇത് പറയുമ്പോ ബോംബെയിലുള്ള ഏജന്റന്മാരൊക്കെ വെറും തട്ടിപ്പിന്റെ ആളുകളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്തിലുണ്ടല്ലേ ഈ ഡൂബിളി. ഈ ഡൂബിളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ നാട്ടില് പണ്ട് നൂർദ്യാക്ക പൂള വാങ്ങിയ ഒരു കഥ എനിക്ക് ഓർമ്മയായിരുന്നു. പൂള എന്ന് പറഞ്ഞാല് ഈ പൂളക്കച്ചവടക്കാരൻ എന്ത് മുതലും വിൽക്കാൻ കൊണ്ടുവരണോല് പിന്നെ അത് നന്നാക്കിയല്ലേ പറയുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഈ പൂളക്കച്ചവടക്കാരങ്ങനെ ഭയങ്കര ലെക്ചർ പറഞ്ഞ് വിൽക്കുകയാണ്. നല്ല A ക്ലാസ് പൂളയാണ്, 1ാം ക്ലാസ് പൂളയാണ്. പൂള എന്ന് പറയുമ്പോ ആരും തെറ്റിദ്ധരിക്കേണ്ടത്. തിരുവനന്തപുരത്തൊക്കെ പൂളാറിന സാധനം വേറെയാണ്. നമ്മളെ പല ഈ 6 നാട്ടിൽ 100 ഭാഷ എന്ന് പറഞ്ഞ കൂട്ടത്തില് പല പേരുണ്ട് ഈ സാധനത്തിന്. ചില ഭാഗത്ത് പൂള എന്ന് പറയും, ചില ഭാഗത്ത് കൊള്ളി എന്ന് പറയും, ചില ഭാഗത്ത് മരച്ചീനി എന്ന് പറയും, ചില ഭാഗത്ത് മക്രോണി എന്ന് പറയും. അങ്ങനെ പല പേരുമാണ്. അപ്പോ ഇവൻ ഈ പൂളനെ പറ്റിയുള്ള ലെക്ചർ പറഞ്ഞ് ഇങ്ങനെ വിൽക്കുകയാണ്. നല്ല A ക്ലാസ് പൂളയാണ്, തൊക്കില് വെച്ചാ പോവും, അടുപ്പിന്റെ അടുത്തേക്ക് കൊണ്ടേ കാണിച്ചാ പോവും, ഒന്ന് തിളച്ചാ മതി, വേണമെങ്കിൽ കൊണ്ടേക്കോളി, നല്ല A ക്ലാസ് പൂളയാണ്, വേണമെങ്കിൽ കൊണ്ടേക്കോളി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. ഈ ലെക്ചറൊക്കെ കൂടി കേട്ട് നമ്മളെ നൂർദ്യാക്ക എന്ത് ചെയ്ത് ഒരു 3 കിലോ പൂള ഇവന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ അടുപ്പത്ത് വെച്ച് കുറെ തീയൊക്കെ കത്തിച്ച് നോക്കിയിട്ടു ഇത് ഒന്നും ആകണില്ല. അതില് പെരക്കാരത്തി വിളിച്ചിട്ട് പറഞ്ഞു, നോക്കിയിരുന്നു, ഇത് വേണില്ലല്ലോ ഈ പൂള, ഇത് എന്ത് പൂള, അത് ആരെ നിങ്ങളെ പറ്റിച്ചു ചോദിച്ചു. വേണില്ലേ ചോദിച്ചില്ല. എന്നാ ഒരു കാര്യം ചോദിച്ചാ ആ കൊട്ടയ്ക്ക് ഇങ്ങോട്ട് ഊറ്റുക. കൊട്ടയ്ക്ക് ഇങ്ങോട്ട് ഊറ്റി നോക്കുമ്പോ ഇതിങ്ങനെ ശുഹദാക്കള് കിടക്കണ മാതിരി ഇങ്ങനെ കിടക്കാണ്, യാതൊരു കുഴപ്പം പറ്റിയിട്ടില്ല. അങ്ങനെ എന്തിനു പറയണ്, മൂപ്പര് എന്ത് ചെയ്തെന്ന് പറയാ, ആ കൊട്ടയും തൂക്കി പിടിച്ച് അങ്ങാടിക്ക് വന്നു. അങ്ങാടിയിൽ വന്നിട്ട് പൂളക്കാരനോട് ഒന്നും പറഞ്ഞില്ല. മൂപ്പരെ അടുത്ത ചായപ്പീടി കയറി ഒരു സ്റ്റൂളൊക്കെ എടുത്ത് ഈ പൂളക്കാരെ ഇക്കിണിന്റെ അപ്പുറത്ത് ഈ കൊട്ടയും വെച്ച് അവിടെ ഇരുന്ന് പൂളക്കാരെങ്ങനെ ലെക്ചർ ചെയ്യേ, നല്ല പൂളയാ, വേണേ കൊണ്ടേക്കോളി, നല്ല A ക്ലാസ് പൂളയാണ്, അതാണ് ഇതാണ്, തൊക്കിൽ വെച്ചാ പോവും, മത്തൻ കറിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. പൂളിന്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ, മത്തൻ കറിയാവും. അങ്ങനെ ഇവങ്ങനെ ലെക്ചർ ചെയ്ത് വെക്കണ സമയത്ത് നൂർദ്യാക്ക എന്ത് ചെയ്ത് പറയും, ഇതാ ഈ പൂളയാണ് ആ പൂള, അപ്പൂളയാണ് ഇപ്പൂള, ഇപ്പൂളയാണ് അപ്പൂള, അപ്പൂളയാണ് ഈ പൂള, വേണേ കൊണ്ടേക്കോളി. അതില് ജനങ്ങൾ ഈ നൂർദ്യാക്കാന്റെ കൊട്ടയ്ക്ക് ഒന്നിങ്ങനെ നോക്കും, മറ്റവന്റെ പൂളച്ചാക്കൊക്കെ ഒന്നിങ്ങനെ നോക്കും. അങ്ങനെ ചാക്കൊന്ന് നോക്കും, കൊട്ടയ്ക്കൊന്ന് നോക്കും, ചാക്കൊന്ന് നോക്കും, കൊട്ടയ്ക്കൊന്ന് നോക്കും. ജനങ്ങൾ വല്ലാണ് വലി. ലാസ്റ്റ് പൂളക്കച്ചവടക്കാരൻ ഇയാളെ സ്വകാര്യമായിട്ട് വിളിച്ചുകൊണ്ടാണ്, പൊന്നാര നിർത്തിനെ വാന്റെ ഈ 3 കിലോ പൂളന്റെ പൈസയാണ് തേരങ്ങ, ഇതൊന്ന് സ്വയ്പുണ്ടാക്കല്ലേ, കുട്ടികളെ അരിപ്രശ്നമാണ്, ഇതൊന്ന് ഇടങ്ങേറാക്കല്ലേ. അപ്പൊ ഇന്ന് പറഞ്ഞ കൂട്ടത്തിൽ എന്തിലുണ്ട് ഈ ഡൂബ്ലി ഉണ്ട്.
അവ വീണ്ടും കുഞ്ഞവരാൻ തുടർന്ന് എനിക്ക് കത്തിൽ എഴുതുകേട്ടോ. ദാരിദ്ര്യരാജ്യമാം ഇന്ത്യ തന്നുള്ളിലെ എല്ലാ തരക്കാരും ഉണ്ടല്ലോ, ദാരിദ്ര്യമറിയാത്ത വലിയ പണക്കാരെ മക്കളും കൂട്ടത്തിലുണ്ടല്ലോ. ദാരിദ്ര്യരാജ്യമാം ഇന്ത്യ തന്നുള്ളിലെ എല്ലാ തരക്കാരും ഉണ്ടല്ലോ, ദാരിദ്ര്യമറിയാത്ത വലിയ പണക്കാരെ മക്കളും കൂട്ടത്തിലുണ്ടല്ലോ. പീഡിയും ഇല്ലാത്ത പോറിൻ ഭ്രമം ഏറെ പെരുത്തത് കൊണ്ടല്ലോ, സ്വത്തും സുഖവും വലിച്ചെറിഞ്ഞെത്തിയ എത്രയോ പേരെ ഞാൻ കണ്ടല്ലോ. എത്തും പീഡിയും ഇല്ലാത്ത പോറിൻ ഭ്രമം ഏറെ പെരുത്തത് കൊണ്ടല്ലോ, സ്വത്തും സുഖവും വലിച്ചെറിഞ്ഞെത്തിയ എത്രയോ പേരെ ഞാൻ കണ്ടല്ലോ. എടാ, ഈ ദാരിദ്ര്യരേഖ ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെ എല്ലാം ദാരിദ്ര്യരേഖന്റെ മേലെ കൊണ്ടുവരാൻ എന്താണ് ഒരു പോംവഴി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെ റാവു സർക്കാർ. അങ്ങനെ എന്നോട് അഭിപ്രായം ചോദിച്ചു ഒരു ദിവസം. ഞാൻ പറഞ്ഞു, ഈ ദാരിദ്ര്യരേഖ ഇപ്പള്ളിന്റെ ലേശം അങ്ങോട്ട് ഇറക്കി വരച്ചാ മതി, എന്നാലേ എല്ലാരും പിന്നെ അതിന്റെ മേലെ ആയിക്കോളും. എനിക്കൊരു സംശയം ഉണ്ടാവും, ഈ ദാരിദ്ര്യരേഖക്ക് മേലെ കഴിയുന്നവർ ഇപ്പൊ എന്തിനാ ഈ ഫോറിനിൽ പോരാൻ വേണ്ടി ഇടങ്ങാറാകണം? ആ ധാരണ എന്ന് പറഞ്ഞാൽ ഈ പണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഗതിയാണ്. പാമരനാട്ടെ പണ്ഡിതനാട്ടെ പണമാണ് എല്ലാവർക്കും രാജ. പണത്തിന് മേലെ പരുന്തും പറക്കൂലെന്നാ. അതൊക്കെ വെറുതെ പറയാണ്. പരുന്തിന് ഇഷ്ടമുണ്ടെങ്കിൽ പണത്തിന്റെ മേലെയല്ല, അതിന്റെ അപ്പുറത്തിലോട്ട് കൂടി പരുന്ത് പോകും. അതാരോ വെറുതെ ഒരു വിട്ടിത്തരം പറഞ്ഞാണ്. ഏതായാലും പണം ഇല്ലെങ്കിൽ പണമില്ലാത്തവൻ പിണമാണ് എന്നാ പറഞ്ഞത്. മയ്യത്തിന് തുല്യാണ്. നമുക്കൊക്കെ ഇപ്പൊ എന്ത് നിലയും വിലയാ ദുനിയാവിലുള്ളത്? ഒന്നുമില്ല. അപ്പോ വലിയ വലിയ ആജ്യമാരെ മക്കള് അടുത്തുള്ള പാവപ്പെട്ട ആളുകളൊക്കെ പോയി പൈസക്കാരായി വരുന്നുണ്ടപ്പോ ആജ്യമാരെ മക്കൾക്ക് ഒരു കമ്പം ബലമാരി ഒന്ന് ചെത്തിപ്പൊളിച്ച് ബാപ്പാന്റെ കുത്തകല്ലാതെ നമുക്കും ഒന്ന് നടക്കപ്പോ ഗൾഫ് പോയാലും എന്നൊരു തോന്നല്. അതാണ് എത്തും പിടിയും ഇല്ലാത്ത പോറിൻ ഭ്രമം ഏറെ പെരുത്തത് കൊണ്ട് സ്വത്തും സുഖമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോന്നിക്കാണ് ബോംബെക്ക്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയാൻ. അങ്ങനെ ബോംബെയിലുള്ള തട്ടിപ്പിനെ കുറിച്ച് നമ്മളെ കുഞ്ഞവറാൻ എനിക്ക് തുടർന്ന് എഴുതിയ കേട്ടജി. പാസ്പോർട്ട് നൽകാൻ ഒരു കൂട്ടർ, NOC നൽകാൻ ഒരു കൂട്ടർ, പാസ്പോർട്ട് തന്നെ ഇല്ലെന്നാലും റിക്രൂട്ട് ചെയ്യാൻ ഒരു കൂട്ടർ, പാസ്പോർട്ട് നൽകാൻ ഒരു കൂട്ടർ, NOC നൽകാൻ ഒരു കൂട്ടർ, പാസ്പോർട്ട് തന്നെ ഇല്ലെന്നാലും റിക്രൂട്ട് ചെയ്യാൻ ഒരു കൂട്ടർ. എമിഗ്രേഷൻ സെക്ഷനിൽ ഒരു കൂട്ടർ, ക്ലിയറൻസ് നൽകാൻ ഒരു കൂട്ടർ, എല്ലാ കുന്തവും അപ്പോഴപ്പോൾ ശരിയാക്കാനായി ഒരു കൂട്ടർ. എമിഗ്രേഷൻ സെക്ഷനിൽ ഒരു കൂട്ടർ, ക്ലിയറൻസ് നൽകാൻ ഒരു കൂട്ടർ, എല്ലാ കുന്തവും അപ്പോഴപ്പോൾ ശരിയാക്കാനായി ഒരു കൂട്ടർ. ആ എമിഗ്രേഷൻ ക്ലിയറൻസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഈ കുന്തം ശരിയാക്കൽ എന്താ?
എടാ അതൊരു പ്രയോഗമാണ്. ഇത് പണ്ടിപ്പം ഞങ്ങളെ നാട്ടിലൊരു മുസ്ലിയാര് വയലിൽ അറിഞ്ഞ കഥ അറിഞ്ഞ മാതിരിയല്ല ഇപ്പൊ എന്റെ വർത്താനം. അതൊരു പദപ്രയോഗമാണ്. എല്ലാ കുന്തവും കൊടച്ചക്കറും കഴിഞ്ഞ് അവിടെ എത്തിയപ്പോ ഇതിന് നേരം വൈകുന്നേരമായി എന്നൊക്കെ പറയാൻ ഈ മനുഷ്യന്മാര് വർത്താനം പറഞ്ഞോട് നിൽക്കലുണ്ടെങ്കിലല്ലേ. അതൊരു പദപ്രയോഗമാണ്. അതായത് ഇപ്പൊ ഈ പലതും കേൾക്കണേന്റെ അർത്ഥം ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പണ്ട് ഞങ്ങളെ നാട്ടിൽ സംഭവിച്ച ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളെ നാട്ടിലെ കഴിഞ്ഞ നോമ്പിന് ഒക്കെ ഉണ്ടായതാണ്, അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ നോമ്പിന് എന്ന് പറയും. കഴിഞ്ഞ നോമ്പിന് ഒരു മുസ്ലിയാര് വന്നിട്ട് ഇങ്ങനെ വയലില് പറയണ്. അയാൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ, മക്കരപ്പറമ്പിലുള്ള ജനങ്ങളെ പട്ടികളെ എന്ന് പറഞ്ഞപ്പോ ഇതിനാണ് മുസ്ലിയാർക്ക് വെള്ളച്ചായ ഓടുന്നത്. അപ്പൊ ഇയാള് നേരം വൈകുന്നേരം നോൽമ്പ് വെച്ച് വയലിൽ പറയല്ലേ, നല്ല ക്ഷീണുണ്ട്. അതില് പട്ടികളെ എന്ന് പറഞ്ഞപ്പോഴേക്ക് വെള്ളച്ചായ വന്നു. അതിൽ ആ വെള്ളച്ചായ എടുത്ത് ലേശം കുടിച്ച് അതവിടെ വെച്ച് അപ്പൊ അതിന് ജനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ശോഭിച്ച് നിൽക്കുകയാണ്. മുസ്ലിയാര് നമ്മളെ ഒന്നടങ്കം പട്ടികളെ എന്ന് വിളിച്ചോ. ചിലവരിങ്ങനെ കാൽമൊക്കെ നോക്കുന്നുണ്ട്, ചെരുപ്പ് പഴയതാണോ. അപ്പൊ വയലുകളൊക്കെ പൊതുവെ വയലിൽ വെച്ചാണല്ലോ നടക്കുക. അപ്പോ ചിലവരിങ്ങനെ നോക്കുന്നുണ്ട്, വലിയ കട്ട എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട്. അതിലാണ് മുസ്ലിയാർ ആ ചായ ക്ലാസ് അവിടെ വെച്ചിട്ട് തൊട്ടുപോകരുത്, തൊട്ട ജന്തട കാട്ടുക എന്നുള്ളടത്ത് ആയി ജനങ്ങള്. അങ്ങനെ 2-3 ഏറൊക്കെ തടുക്കുമ്പല് വന്ന് വീണ് അതിൽ മുസ്ലിയാർ ആ ചായ ഒരു മുറുക്കും കൂടി കുടിച്ച ടവലെടുത്ത് മുഖമൊക്കെ ഒന്ന് തുടച്ചിട്ട് പറഞ്ഞു, അഥവാ യാദർശികമായി തൊട്ട് കഴിഞ്ഞാൽ 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടും 6 പ്രാവശ്യം ശുദ്ധിയുള്ള വെള്ളം കൊണ്ടും കഴുകണം കേട്ടോ. അപ്പോഴാണ് ജനങ്ങൾക്ക് സംഗതിന്റെ ആ ഗുട്ടൻസ് മനസ്സിലായത്. മുസ്ലിയാർ പറഞ്ഞതിന്റെ പൊരുൾ എന്താണ് എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പൊ എന്റെ വർത്താനം. കുന്തെന്ന് പറഞ്ഞാൽ ശരിയായി എല്ലാ കുന്തവും ശരിയാക്കാനായി ഒരു കൂട്ടരെന്ന് പറഞ്ഞില്ലേ, അത് ഈ എമിഗ്രേഷൻ ക്ലിയറൻസ് മറ്റത് മറിച്ചത് അങ്ങനെയുള്ള സംഗതികളൊക്കെ. അത് മാത്രല്ല വീണ്ടും കത്തിലെഴുതിയ വിവരം കേട്ടോ, അപ്പോയിന്റ്മെന്റ് ഓർഡറുകൾ അപ്പോലെ പല പേപ്പറുകൾ എപ്പോഴും ശരിയാക്കി നമ്മെ സഹായിക്കാനായൊരു കൂട്ടർ. അപ്പോയിന്റ്മെന്റ് ഓർഡറുകൾ അപ്പോലെ പല പേപ്പറുകൾ എപ്പോഴും ശരിയാക്കി നമ്മെ സഹായിക്കാനായൊരു കൂട്ടർ. അത് മാത്രല്ല, വേറൊരു കൂട്ടരുണ്ട്, ഗൾഫിൽ തിരിച്ച് പോകാത്ത പാസ്പോർട്ട് വാങ്ങാൻ ഒരു കൂട്ടർ. കളിയല്ലതിലെ തലയും മാറ്റി കേറ്റി വിടുന്നൊരു കൂട്ടർ. ഗൾഫിൽ തിരിച്ച് പോകാത്ത പാസ്പോർട്ട് വാങ്ങാൻ ഒരു കൂട്ടർ. കളിയല്ലതിലെ തലയും മാറ്റി കേറ്റി വിടുന്നൊരു കൂട്ടർ. അങ്ങനെ പല തട്ടിപ്പ് കമ്പനിയും കറക്ക് കമ്പനിയും ഒക്കെ നമ്മളെ കുഞ്ഞവറാൻ ബോംബെയിൽ വെച്ച് കാണുകയാണ്. അങ്ങനെ കുഞ്ഞവറാൻ ഗൾഫിൽ പോവുകയാണ് എന്നുള്ള വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഈ കമ്പനികളുടെ ഏജന്റന്മാര് കുഞ്ഞവറാനെ സമീപിക്കുകയാണ്. കുഞ്ഞവറാൻ വീണ്ടും കത്തിലെഴുതുകയാണ്, അക്കരെ പോകുവാനാണെന്നറിഞ്ഞെന്റെ പിന്നാലെ കൂടുന്നു പലരെയും ഒക്കെ ശരിയായിട്ടുണ്ടെന്ന് ചൊല്ലി ഞാൻ മെല്ലനെ മാറ്റുന്നു. അക്കരെ പോകുവാനാണെന്നറിഞ്ഞെന്റെ പിന്നാലെ കൂടുന്നു പലരെയും ഒക്കെ ശരിയായിട്ടുണ്ടെന്ന് ചൊല്ലി ഞാൻ മെല്ലനെ മാറ്റുന്നു.
കാലത്തെ തന്നെ എയർപോർട്ടിലെത്തുന്നു. യാത്രരേഖ ഒക്കെയും കാണിച്ച് ഒപ്പിട്ട് ശീലടിച്ചുള്ളിൽ കടക്കുന്നു. പിറ്റേന്ന് തന്നവൻ കാലത്ത് തന്നെ എയർപോർട്ടിലെത്തുന്നു. യാത്രരേഖ ഒക്കെയും കാണിച്ച് ഒപ്പിട്ട് ശീലടിച്ചുള്ളിൽ കടക്കുന്നു. കുഞ്ഞവറാനിക്ക് കത്തിലെഴുതാണ്, പൊന്നാര സ്നേഹിത, നമ്മളെ നാട്ടിൽ എനിക്ക് നിലയിമ്പലില്ലാത്തൊന്നും കാര്യമല്ല. ബോംബെ എയർപോർട്ടിലേക്കാണ് കയറി ചെന്ന് നോക്കുമ്പോ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എന്നെ കണ്ടപ്പോ ഒരു കീഴ്വണക്കം. എന്റെ വിചാരം എന്നോടുള്ള ബഹുമാനം കൊണ്ടാണ് ഈറ്റങ്ങൾ ചെല്ലണെന്ന് കാണുമ്പോത്തിന് ഇങ്ങനെയാണ് കുമ്പിട്ടിട്ട് അപ്പൊ ഇപ്പം വിചാരിച്ച എന്താ അറിയോ, ഓനോടുള്ള ബഹുമാനം കൊണ്ട് കാട്ടുകയാണ് ഇത്. ഇവല് നോക്കണത് ഗൾഫ് തകർക്കാൻ പറ്റിയ സ്ഫോടക വസ്തുക്കൾ എന്തെങ്കിലും ഇവന്റെ എവിടെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നോക്കുകയാണ്. ഇത് ഈ ഹംക്കിന് അറിയാമോ, ആദ്യമായിട്ട് പോരല്ലേ. അപ്പോ അങ്ങനെ യാത്രാരേഖയെല്ലാം ഒപ്പ് കാണിച്ച് ഒപ്പിട്ട് സീലടിച്ച് പരിശോധനയൊക്കെ കഴിഞ്ഞ് ഇവൻ ആ വെയിറ്റിംഗ് ഷെഡിൽ, ആ വെയിറ്റിംഗ് ഹാളില് ചെന്നിങ്ങനെ ഇരിക്കുകയാണ്. വെയിറ്റിംഗ് ഹാളിൽ ചെന്നിരുന്ന് 10 മണിക്ക് പുറപ്പെടേണ്ട പ്ലെയിൻ 12 o'clock ആയപ്പോഴും കാണുന്നില്ല. 12 മണിയായിട്ടും കാണാനില്ല. ഇംഗ്ലീഷ് പറഞ്ഞാണ്. ഗവൺമെന്റിന്റെ ആ ഫ്ലൈറ്റ് ആണല്ലോ. എല്ലാ കാര്യത്തിലും വളരെ കൃത്യനിഷ്ഠയുള്ള നമ്മളെ ഗവൺമെന്റിന്. പിന്നെ ഇന്ത്യ ഗവൺമെന്റ് ആയാലും ശരി, കേരള ഗവൺമെന്റ് ആയാലും സ്ഥിതി തന്നെ. അപ്പോ ഇവൻ ഓർമ്മ വന്നത് നാട്ടിലെ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ കാര്യം. അപ്പോൾ മനസ്സിലുദിച്ചത് നാട്ടിലെ ട്രാൻസ്പോർട്ട് ബസ്സാണ്. അതുപോലെ എപ്പോഴും ഇന്ത്യ ഗവൺമെന്റിൻ പ്ലെയിനിടക്കിടെ നൊത്താണ്. അപ്പോൾ മനസ്സിലുദിച്ചത് നാട്ടിലെ ട്രാൻസ്പോർട്ട് ബസ്സാണ്. അതുപോലെ എപ്പോഴും ഇന്ത്യ ഗവൺമെന്റിൻ പ്ലെയിനിടക്കിടെ നൊത്താണ്. നാട്ടിലെ ട്രാൻസ്പോർട്ട് ബസ്സുവിന് ഓർമ്മ വരാൻ കാരണം എന്താണെന്നറിയാൻ? അതായത് നമ്മളെ ട്രാൻസ്പോർട്ട് ബസ് ഗാരേജിൽ ചെന്ന് നിന്നാൽ കണ്ടിട്ടില്ലേ അനൗൺസ്മെന്റ്, യാത്രക്കാർ ശ്രദ്ധിക്കുക, ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന സൂപ്പർ ഫാസ്റ്റിലെ 12 മണിക്ക് പുറപ്പെടേണ്ട സൂപ്പർ ഫാസ്റ്റിലെ കണ്ടക്ടർ കുട്ടൻപിള്ള 3 മണിക്ക് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഭയങ്കര ആളുകളോ. പിന്നെ ഒരുപാട് മണിക്കൂർ നേരത്തെ റിപ്പോർട്ട് ചെയ്യണം. ബിഫോറിൽ എന്ത് ബിഫോർ? എടാ, ട്രാൻസ്പോർട്ടിന്റെ ഒരു കൃത്യനിഷ്ഠത ഉണ്ട്. ബിഫോർ ആകാൻ പാടില്ല, ലേറ്റ് എത്രയാകാം. അങ്ങനെ ശരി. അതായത് 12 മണിക്ക് പുറപ്പെടേണ്ട തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റിലെ കണ്ടക്ടർ കുട്ടൻപിള്ള 3 മണിക്ക് എന്ന് പറഞ്ഞാൽ 12 കഴിഞ്ഞിട്ടാ 1 കഴിഞ്ഞാൽ 2 കഴിഞ്ഞാൽ 3. അതാ 3 മണിയാ പറഞ്ഞത്. അല്ലാതെ ഉച്ചക്ക് 12 മണിക്ക് പുറപ്പെടേണ്ടിന് പിറ്റേ തലേന്ന് രാത്രി 3 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം നല്ല ഈ അനൗൺസ് ചെയ്യണത്. പിന്നെ വേറൊരു അനൗൺസ്മെന്റ്, യാത്രക്കാരോട് ശ്രദ്ധിക്കുകയും അവരവരുടെ സാധനങ്ങൾ അവരവർ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ ആരാ പോലെടുത്ത് സാധനം കൊടുക്കല്? പോലെടുത്ത് ആരും കൊടുക്കൂല. അതായത് നമ്മളത് നമ്മൾ തന്നെ സൂക്ഷിക്കണം. ഇവിടെ തന്നെയുള്ള പോക്കറ്റ് അടി നടന്നാൽ ഓല് അറിയില്ല എന്നാണ് പറഞ്ഞിന്റെ. മനസ്സിലായോ? ശരി. നമ്മളെ പ്രൈവറ്റ് ബസ്സും ആ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. ഞങ്ങളെ നാട്ടിലൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഉണ്ടായ ഒരു രസകരമായ സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. എന്താണ്? അതായത് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഞങ്ങളെ നാട്ടിൽ ആമിൻ താത്ത എന്നൊരു പാൽ കച്ചവടക്കാരത്തിണ്ട്. ആമിന താത്ത പാൽ ഈ കുറെ പൈക്കളും പൈക്കുട്ടികളും ഒക്കെ ഉണ്ട് മുപ്പത്തിയായിരിക്കും. ഒരു ദിവസം ഒരു പശുക്കുട്ടിനെ കാണാതായപ്പോ
അമിതാത്ത അതിനെ തെരഞ്ഞുകൊണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അതിലറ്റ പോയോ വല്ല ബസ്സിന്റെ ഉള്ളിലും പെട്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് അനൗൺസ്മെന്റ് വീറാവുന്ന ബൂത്തുനിന്ന് അനൗൺസ്മെന്റ്. 50-52 ആമിന സ്റ്റാൻഡ് വിട്ട് പോണം. 50-52 ആമിന സ്റ്റാൻഡ് വിട്ട് പോണം. ഇതിങ്ങോട്ട് കേട്ടപാട് മുത്തിയാർക്ക് ഇങ്ങോട്ട് ചൂടായില്ലേ? അതിലങ്ങോട്ട് ചെന്ന് ആരാടെ എന്നോട് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയാ. ഇജ എന്റെ ബാപ്പാന്റെ വാപ്പ കഴിച്ചിട്ടാടാ ബസ് സ്റ്റാൻഡ്. ഇജ് നേരം കുറേ ആമിനെ സ്റ്റാൻഡിൽ നിന്ന് വിട്ടു പോകണം, ആമിനെ സ്റ്റാൻഡിൽ നിന്ന് വിട്ടു പോകണം എന്നറിയണം. അന്റെ പെണ്ണുങ്ങളെ കൂട്ടക്കാരനാടത്. എനിക്ക് സ്ത്രീധനം കിട്ടിയായിട്ടാ ബസ് സ്റ്റാൻഡ്. അതിലൊരു പോലീസുകാരൻ വന്നുകൊണ്ടാണ് താത്ത നിങ്ങളെ പറ്റിയല്ല, ഓന് വേറെ സംഗതി വിളിച്ചു പറയണ. നിങ്ങള് കാക്കിട്ട് വിചാരിച്ചപ്പോ നിങ്ങളെ ഓന് സേറ് ഇടുവൊന്നും വേണ്ട. നിങ്ങളെ ഞാൻ പേടിച്ചൊന്നുമില്ല, ഞാൻ കാര്യത്തിനെ ആരെയും പേടിച്ചോളൂ. ഓന്റെ വയസ്സും കൂടി പറയണ്ട. 50-52 എന്റെ വയസ്സ് തന്നെയാണ്. അപ്പൊ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇവനിങ്ങനെ ഓർമ്മ വരികയാണ് നാട്ടിലെ ബസ് സ്റ്റാൻഡിന്റെ കാര്യമൊക്കെ. അങ്ങനെ 2 മണി ആയതോടുകൂടി അങ്ങനെ ഇന്ത്യൻ എയർലൈൻസിന്റെ ആ പ്ലെയിന് ഞെരങ്ങി മൂളിക്കൊണ്ട് 2 മണിക്ക് ഞരങ്ങിക്കൊണ്ടാ കൂറ്റൻ ബോയിങ് വന്നെത്തി. അതിൽ കേറി 4 മണിക്കൂർ പറന്ന് കുവൈത്തെന്ന നാട്ടിൽ ഞാൻ ചെന്നെത്തി. 2 മണിക്ക് ഞരങ്ങിക്കൊണ്ടാ കൂറ്റൻ ബോയിങ് വന്നെത്തി. അതിൽ കേറി 4 മണിക്കൂർ പറന്ന് കുവൈത്തെന്ന നാട്ടിൽ ഞാൻ ചെന്നെത്തി. പ്ലെയിനിന്ന് ഇവന് പറ്റിയ ഓരോ അമളി. അമളി എന്ന് പറഞ്ഞാല് പലർക്കും ആദ്യമായിട്ട് യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പറ്റുന്ന അമളിയാണ് അതൊക്കെ. സ്വാഭാവികമായിട്ട് പറ്റുന്ന അമളി എന്ന് പറഞ്ഞാല് ഇപ്പോ നാട്ടിലെ ഓൻ കേട്ടിക്കണ്, നമ്മള് പ്ലെയിനിൽ കയറിയാ ഉടനെ നമുക്ക് ചോക്ലേറ്റ് കൊടുന്നു തരും. അത് തിന്നാ പിന്നെ നമുക്കൊരു ചെറിയ മയക്കം വരും, നമ്മളാണ്ട് ഉറങ്ങും. പിന്നെ പ്ലെയിൻ പൊന്തുന്നതും താവണമൊന്നും നമ്മളറിയില്ല. നാടന്മാരുടെ ഇല്ല സംസാരമാണത്. കുഞ്ഞവറാൻ ഈ ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുക, ചോക്ലേറ്റ് ഇപ്പൊ വരും എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പെണ്ണ് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് കൊടുന്ന് കൈ കൊടുത്ത്. അപ്പൊ ഈ മുഖം തുടക്കണ മറ്റേ സാധനമുണ്ട്, നനവുള്ള പേപ്പറേ. ഈ സാധനം എന്ത് കണക്കൂട്ടി ഇതന്നെ ആയിരിക്കും ചോക്ലേറ്റ് വിചാരിച്ചുകൊണ്ട് അതിന്റെ ആ മുകളത്തെ ആ പ്ലാസ്റ്റിക് കവറിന് പൊളിച്ചിട്ട് തൊള്ളിക്കാണിട്ട് തൊള്ളിക്കിട്ട് ചവച്ചു നോക്കുമ്പോ എന്തൊക്കെ ഒരു ചെറുനാരങ്ങന്റെ എന്തിന്റെയൊക്കെ ഒരു ചൊവ്വ. മധുരാണ് ഇങ്ങോട്ട് ഇല്ലേനു. ഏതായാലും ഇത് കടലാസാണ് എന്ന് മനസ്സിലായി. പ്ലെയിനും പുറത്തേക്ക് തുപ്പാൻ പറ്റൂല. ഏതായാലും അത് ആണ്ട് ഇറക്കി ഗതിയിട്ട്